എല്ലാവർക്കും എല്ലാം ഈക്വൽ ആണ്. ഓക്കെ, ശരി, സമ്മതിച്ചു. അതുപോലെ ഞാനും ഒരു ആവശ്യത്തിന് പണം എടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ നിന്റെ ഇഷ്ടം മാത്രം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ പറ്റില്ല. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്കുണ്ട്. നീ എന്താ പ്രതി ഇത്രയും വൈകിയത്? സാറൊന്ന് വരുന്ന പറഞ്ഞല്ലേ? ഞാനിപ്പോ ഒന്ന് പുറത്തിറങ്ങാൻ പെടുന്ന പാടെ എനിക്കറിയാം. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വെറുതെ ഉത്തരവിട്ടാ മതിയല്ലോ. നീ ഇതുവരെ മേനോനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഇന്ന് കാണാം. മേനോ സാർ വന്നു. ഹായ് മൈ ഡിയർ പാർട്ട്നേഴ്സ്. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഈ മാസ്കും ഗ്ലാസും ഒന്നുമില്ലാതെ എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന രീതിയിൽ വന്ന് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. കൂട്ടത്തിലെ ഒറ്റുകാരൻ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും പോലീസിൽ അറിയിക്കുന്നുണ്ട് എന്ന്. എനിക്ക് സംശയം പൃഥ്വിയായിരുന്നു. ഇവനെ ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും ഫെയിലായി നഷ്ടങ്ങൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും അവന്റെ തെറ്റായിരുന്നില്ല എന്നെനിക്കിപ്പോ വിശ്വാസമായി. ഞാനല്ല. കൂടെ നിന്ന് ഒറ്റുന്നവനെ ഒറ്റുകാരനെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? നിനക്കുള്ള സമ്മാനം കയ്യോടെ തന്നെ തരണ്ടേ? അല്ലെങ്കിൽ പിന്നെ മോശമായി പോയില്ലേ? ഇവനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. ഒറ്റുകാരൻ ഇവനാകരുതേ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കണമെന്നില്ലല്ലോ. ആൻഡ് പൃഥ്വി, നിനക്ക് ജോലി ഭാരം കൂടുന്നു. നീയാണ് ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. ഓക്കെ? ഓക്കെ സാർ. പിന്നെ എല്ലാം ഓക്കെ. കളക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് അയക്കുന്നത് നീ തന്നെയായിരിക്കും. ഓ, ഞാൻ ചെയ്തോളാം. പിന്നെ ഒരു പഴയ കേസിന്റെ പിറകെ അണ്ടർ കവർ ടീം ഇറങ്ങി. അതിന്റെ ലീഡ് അവർക്ക് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയതാണ്. അവർ കൊല്ലുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക്. അതാണ് വ്യത്യാസം. അല്ലെങ്കിലേ അവരെ ഒരു സൈഡിൽ നിന്ന് ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടേയിരിക്കും. മതി മതി. അഷി, നീ ഇതെവിടെ പോയതാ അഷി? പൃഥ്വി പറഞ്ഞിരുന്നില്ലേ, വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോയതാ. ഞാൻ ഷോപ്പിങ്ങിന് പോയ കാര്യം പൃഥ്വി പൂർണിമേച്ചോട് പറഞ്ഞില്ലായിരുന്നോ? അയ്യോ, ഞാനതങ്ങ് വിട്ടുപോയി. അമ്മേ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ല ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. വാ നോക്കാം. ഇത് അമ്മയ്ക്ക്. പിന്നെ ഇത് അച്ഛനുള്ളതാണേ.
നോക്കുന്നില്ലേ? അവര് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിക്കോളാം. ശരി. എടോ എനിക്കൊന്നുമില്ലേ? എന്റെ പൃഥ്വിയുടെ കാര്യം ഞാൻ മറക്കുവോ? ദാ പൃഥ്വിക്കുണ്ട്. ഇതെന്റെ പൃഥ്വിക്ക്. താങ്ക് യു. അതെന്താ ശി, എനിക്കും സഹദേവനൊന്നും വാങ്ങിച്ചില്ലേ? ഞങ്ങൾക്ക് പോട്ട് ആ ധ്വനിമോക്കെങ്കിലും ഒരെണ്ണം വാങ്ങിക്കായിരുന്നു. ആ, എല്ലാവർക്കും വാങ്ങണമെന്ന് ഓർത്തിട്ട് തന്നെയാ പോയെ. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് തീർന്നുപോയി. അതാ വാങ്ങാൻ പറ്റാഞ്ഞെ. ഇനി അടുത്ത തവണ എല്ലാവർക്കും ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഓ ഓ, എങ്ങനെയുണ്ട്? പൃഥ്വി, ആ എന്താ ചേച്ചി? നിന്റെ കാർഡിൽ നിന്നും 1.5 ലക്ഷം രൂപ ഡെബിറ്റ് ആയെന്നുള്ള മെസ്സേജ് വന്നല്ലോ ഇപ്പൊ. അയ്യോ സഹദേവേട്ടാ, 1.5 ലക്ഷം രൂപയെ? അത്രയും പണത്തിന് ഇപ്പൊ പെട്ടെന്ന് എന്താ നിനക്ക് ചെലവ്? ആ, ഇല്ല ചേച്ചി, ഞാൻ അത്രയും ക്യാഷ് ഒന്നും എടുത്തിട്ടില്ല. അയ്യോ ചേച്ചി, ആ പണം എടുത്തത് പൃഥ്വി അല്ല, ഞാനാ പൃഥ്വിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്. ഞാനിപ്പോ പറഞ്ഞത് പൂർണിമേച്ച് കേട്ടില്ലായിരുന്നോ? ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് തീർന്നു പോയ കാര്യം. ആ കാർഡ് പൃഥ്വിയുടെയാ. നീ എന്തിനാ ശി പൃഥ്വിയുടെ കാർഡ് എടുത്തേ? അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാ ഇപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട്? ആ കാർഡിനാ ഞാൻ ഷോപ്പിങ്ങിന് പോയത്. ആരോട് ചോദിച്ചിട്ടാ ശി നീ ഇതൊക്കെ ചെയ്തേ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്റെ ഭർത്താവിന്റെ കാർഡ് ഉപയോഗിച്ച് ഷോപ്പിങ്ങിന് പോയതിൽ എന്താ ഇപ്പൊ ഇത്ര വലിയ തെറ്റ് അല്ലേ? അതിന് പൂർണിമേച്ചയ്ക്ക് എന്താ ഇപ്പൊ ഇത്ര പ്രോബ്ലം? അഷിത, സൂക്ഷിച്ച് സംസാരിക്കണം. ഈ വീട്ടില് എന്റേത് നിന്റേതെന്നും തരം തിരിച്ച് ആരും നോക്കാറില്ല. എല്ലാവർക്കും എല്ലാം ഈക്വലാണ്. ഓക്കെ, ശരി, സമ്മതിച്ചു. അതുപോലെ ഞാനും ഒരു ആവശ്യത്തിന് പണം എടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ നിന്റെ ഇഷ്ടം മാത്രം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ പറ്റില്ല. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്കുണ്ട്. അത് നോക്കിയാ ശി ഇവിടെ ഓരോരുത്തർ ചെലവാക്കുന്നത്. അതെ, ഇപ്പോഴും പൂർണിമ അനുസരിച്ച് ഞാനും മഹിയേട്ടനും വരെ ഇവിടെ ജീവിക്കുന്നത് അറിയോ? നിങ്ങൾ ഇത്രയും പറയാനും മാത്രം ഞാൻ എന്ത് പാതകോ ചെയ്തേ? 1.5 ലക്ഷം രൂപ ചെലവാക്കി. അത് ഞാൻ എന്റെ വീട്ടിലൊന്നുമല്ലല്ലോ കൊണ്ടു കൊടുത്തേ. ഈ വീട്ടിലുള്ളവർക്ക് തന്നെയല്ലേ ഗിഫ്റ്റ് വാങ്ങിച്ചത്. അഷി, വേണ്ട, നിർത്ത്. നീ ആരടി എന്നോട് നിർത്താൻ പറയാൻ? ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്നെ ഉപദേശിക്കാൻ നീ വരരുത്. വിട്ടുകള പൂർണിമ. ഇവിടുത്തെ രീതികൾ അറിയാത്തതുകൊണ്ട് അശ്വതിക്കൊരു തെറ്റുപറ്റിപ്പോയതല്ലേ? ആ അതെ. അതെ, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കുന്നേ. ഞാൻ ആരുടെ അഭിപ്രായം ചോദിച്ചില്ല. അഷിത, ചെയ്തത് തെറ്റ് തന്നെയാണ്. പൃഥ്വി, അശി, പെട്ടെന്ന് ഇത്രയും കാശും സൗകര്യവും കണ്ടപ്പോ അത് അളവറിയാതെ ചെലവാക്കിയതാ. ഓ, അപ്പൊ അതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഞാൻ ഇപ്പോഴാണല്ലോ ഇത്രയും പണവും സൗകര്യവും ഒക്കെ കാണുന്നേ. ഉഫ്.